2022 ഫെബ്രുവരി മാസം 5 ഇറാൻ. അവിടെ മോന ഹൈദാരി എന്ന പെൺകുട്ടി 2004 ഡിസംബർ മാസം 24 ജനിച്ചു. അവൾക്ക് 12 വയസ്സുള്ളപ്പോൾ തന്നെ സജാദ് എന്നയാളുമായി വിവാഹം കഴിപ്പിക്കുന്നു. 12 വയസ്സിൽ തന്നെ വിവാഹമോ എങ്ങനെ ചോദിച്ചാൽ അതെ, ഇറാനിൽ സ്ത്രീകൾക്ക് വിവാഹപ്രായം 13 എന്ന് ഗവൺമെന്റിന്റെ റൂളാണ്. ഇതിൽ നിങ്ങൾ ആഗ്രഹിച്ചാലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ സമ്മതിച്ചാലോ 13 വയസ്സിന് മുൻപ് തന്നെ വിവാഹം കഴിക്കാനും സാധിക്കും. ഇതാണ് ആ നാടിന്റെ നിയമവും പറയുന്നത്. അങ്ങനെ മോനയുടെ അച്ഛൻ മകളെ 12 വയസ്സിൽ തന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു. ഈ നിർബന്ധിത വിവാഹത്തിൽ താല്പര്യമില്ലാതിരുന്ന മോന എങ്ങനെയൊക്കെയോ ജീവിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ച് ദിവസത്തിൽ തന്നെ സജാദ് അവളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഘട്ടത്തിൽ മോന തന്റെ മാതാപിതാക്കളോട് വന്നിട്ട് തനിക്ക് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും തനിക്ക് വിവാഹമോചനം വേണമെന്നും തന്നെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഓരോ തവണ അവൾ വീട്ടിലേക്ക് വരുമ്പോഴും ഇല്ല, നീ അവൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് അവളെ സമാധാനപ്പെടുത്തി തിരിച്ചയക്കും. മോന അവളുടെ 14ാമത്തെ വയസ്സിൽ ഗർഭിണിയായി. ഒരു ആൺകുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് ജനിച്ചിട്ട് പോലും സജാദ് മോനയെ മർദ്ദിക്കുന്നത് അവസാനിപ്പിച്ചില്ല. പലതവണ വീട്ടിൽ നിന്ന് ഓടിപ്പോയാലോ എന്ന് പോലും അവൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലാത്തത് കൊണ്ടും തൻ്റെ കുഞ്ഞിന് വേണ്ടിയും അതേ വീട്ടിൽ തന്നെ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് അവൾ തള്ളപ്പെട്ടു. അങ്ങനെ മോനയ്ക്ക് 17 വയസ്സുള്ളപ്പോൾ അവൾ ഇന്റർനെറ്റിൽ അലി എന്നയാളെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്തു. അലി തുർക്കിയിലാണ് ജീവിക്കുന്നത്. അങ്ങനെ അലിയോട് തൻ്റെ ഈ നിർബന്ധിത വിവാഹത്തെക്കുറിച്ചും താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും ഭർത്താവ് തന്നെ മർദ്ദിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഈ സമയത്ത് അലി ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അലിയുടെ സഹായത്തോടു കൂടി 2021 നവംബർ മാസത്തിൽ മോന അവളുടെ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെട്ട് തുർക്കിയിലേക്ക് പോയി. അങ്ങനെ പോയ മോനയ്ക്ക് അതിനുശേഷം സംഭവിച്ചത് വളരെ ഭയങ്കരമായ ദാരുണമായ ഒരു സംഭവമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണ്, ഒരുപാട് ദിവസമായി കാണുന്നുണ്ട്, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഡെയിലി നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കണ്ട് അവസാനിച്ചതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കണ്ട. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോ വളരെ ഭംഗിയായി സന്തോഷമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മോനയാണ്. ഈ ഫോട്ടോ എടുത്തത് അലിയാണെന്ന് വിശ്വസിക്കുന്നു. തുർക്കിയിലേക്ക് രക്ഷപ്പെട്ടു പോയ മോന അവിടെ 4 മാസത്തോളം ഉണ്ടായിരുന്നു. അതേസമയം ഇവിടെ മോനയുടെ കുടുംബം അവളെ തിരയാൻ തുടങ്ങി. മോനയുടെ അച്ഛൻ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി അവൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അപ്പോഴാണ് അവർക്ക് തന്നെ മനസ്സിലായത് മോന തുർക്കിയിലേക്കാണ് പോയത്, അവിടെ തന്നെയാണ് ഇപ്പോഴും ഉണ്ട് എന്ന്. അങ്ങനെ അവളുടെ അച്ഛൻ തുർക്കിയിലുള്ള ഇറാൻ എംബസിയെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ തിരയുമ്പോൾ തുർക്കിയിൽ അവൾ എവിടെയാണ് താമസിക്കുന്നതെന്നും കണ്ടെത്തുന്നു. ഇപ്പോ മോനയുടെ അച്ഛൻ, അതുകൂടാതെ മോനയുടെ ഭർത്താവായ സജാദിന്റെ സഹോദരൻ, ഇവർ രണ്ടുപേരും തുർക്കിയിലേക്ക് വരുന്നു. അവിടെ പോയി മോനെ കണ്ടുപിടിക്കുകയും അവളെ കൺവിൻസ് ചെയ്യാനും ശ്രമിച്ചു. നീ നിന്റെ കുഞ്ഞിനെ കുറിച്ചെങ്കിലും അല്പമൊന്ന് ചിന്തിക്കണം, അവനു വേണ്ടിയെങ്കിലും നീ വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞു. മോനയും അത് വിശ്വസിച്ചു. അവിടെ ഉണ്ടായിരുന്ന തൻ്റെ സുഹൃത്തായ അലിയോട് നന്ദി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പോയി വരാമെന്ന് പറഞ്ഞ് ആ രണ്ടുപേരുടെയും കൂടെ ഇറാനിലേക്ക് പോയി. മോനയ്ക്ക് സജാദിനെ കാണാൻ വളരെ ഭയമായതുകൊണ്ട് തന്നെ മോനയുടെ അച്ഛൻ നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. മോന ഇറാനിലേക്ക് വന്ന വിവരം സജാദ് അറിയുന്നു. എന്നിട്ട് അവളെ എവിടെയാണ് ഉള്ളതെന്ന് തിരയാൻ തുടങ്ങി. ഇറാനിലേക്ക് വന്ന തൊട്ടടുത്ത ദിവസം തന്നെ മോന പോലീസ് സ്റ്റേഷനിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നടു റോഡിൽ വെച്ച് സജാദ് അവരുടെ കാർ തടഞ്ഞു നിർത്തി. ഇപ്പോൾ സജാദും അവൻ്റെ സഹോദരനും ചേർന്ന് കാറിനുള്ളിൽ ഉണ്ടായിരുന്ന മോനയെ വലിച്ചിഴച്ച് പുറത്തേക്കിട്ടു. എന്നിട്ട് അവരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയതും അവർ രണ്ടുപേരും ചേർന്ന് മോനയുടെ 2 കൈകളും പുറകിലേക്ക് കെട്ടി സജാദ് അവൻ വച്ചിരുന്ന വലിയ കത്തിയെടുത്ത് മോനയുടെ കഴുത്ത് അറുക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ മോനയുടെ തല പ്രത്യേകം വെട്ടിയെടുത്തു. ഇത് കഴിഞ്ഞ് സജാദിന്റെ സഹോദരൻ ഹൈദ മോനയുടെ ശരീരം ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിച്ചു. അതേസമയം സജാദ് ചെയ്തത് മോനയുടെ വെട്ടിയെടുത്ത തല അവൻ്റെ ഒരു കൈയിൽ വെച്ചിട്ട് മറ്റൊരു കൈയിൽ അവൻ വെട്ടിയ കത്തിയും വെച്ചിട്ട് പുറത്ത് വഴിയിലൂടെ അതുവഴി നടക്കുന്ന ആളുകളോട് താനെന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ അത് കാണിച്ച് ചിരിച്ചുകൊണ്ട് നടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ അവൻ തലയുമായി ചിരിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ജനങ്ങളെല്ലാം ഭയപ്പെടാൻ തുടങ്ങി. ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. എന്നാൽ സജാദും അവൻ്റെ സഹോദരനും
പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. ഉടനെ പോലീസ് സജാദിന്റെ അമ്മയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് അവർ പറഞ്ഞത്, അതെ, ഇതിനു മുൻപ് അവൻ പലതവണ മോനയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ മരണത്തിന് കാരണവും അവൻ തന്നെയാണെന്ന് പറഞ്ഞു. കാരണം പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിന് മുൻപ് തന്നെ ഞാനാണ് മോനെ കൊന്നതെന്ന് അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, സജാദ് അങ്ങനെ മോനയുടെ തലയുമായി വഴിയിലൂടെ നടന്നു പോകുന്നത് അതുവഴി നടന്നുപോയ പലരും അവരുടെ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. തീർച്ചയായും അതിവിടെ കാണിക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾ കാണണ്ട എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ല, കാണണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം, വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മനക്കെട്ടിയുള്ളവർ മാത്രം അത് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോലീസ് അവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. കൊലപാതക കുറ്റത്തിന് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. 2023 ജനുവരി മാസം ഇവരുടെ കേസ് കോടതിയിൽ വരുന്നു. ഇവർ രണ്ടുപേർക്കും മരണശിക്ഷ കൊടുക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മോനയുടെ അച്ഛൻ, എന്റെ മകളെ കൊന്ന നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും മോനയുടെ അച്ഛന്റെ മനസ്സ് മാറാൻ തുടങ്ങി. അതുമാത്രമല്ല, കോടതിയിൽ സജാദ് പറഞ്ഞത് മോന തുർക്കിയിലുള്ളപ്പോൾ അലിയും മോനയും ഒരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടെടുത്ത ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു. അതാണ് തനിക്ക് ദേഷ്യം വരാൻ കാരണമെന്നും പറഞ്ഞു. അങ്ങനെ അവൾ എനിക്ക് അയച്ചെന്ന ഫോട്ടോസ് എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കണ്ടു. അതെനിക്ക് വലിയ അപമാനത്തിന് കാരണമായി. മോന തന്നെ പറ്റിച്ചല്ലോ എന്ന് അവളോടാണ് എനിക്ക് ദേഷ്യം തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞതെല്ലാം സത്യമാണോ, അങ്ങനെയുള്ള ഫോട്ടോസ് വന്നോ എന്ന് പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ അത് സത്യമായിരിക്കാം. അല്ലെങ്കിൽ സജാദ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ പറഞ്ഞ ഒരു കള്ളവുമായിരിക്കാം. ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ മോനയുടെ മാതാപിതാക്കൾക്ക് സജാദിന് മരണശിക്ഷ തന്നെ കൊടുക്കാം എന്ന് ആവശ്യപ്പെടാം. കാരണം തങ്ങളുടെ മകളുടെ മരണത്തിന് കാരണമായിരുന്ന ഒരുത്തന് മരണശിക്ഷ തന്നെ നൽകാമെന്ന് അവർക്ക് ആവശ്യപ്പെടാം. അതുതന്നെ നടപ്പാക്കുകയും ചെയ്യും. എന്നാൽ മോനയുടെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം സജാദിനെയും അവൻ്റെ സഹോദരനെയും ക്ഷമിച്ചു വിടുന്നു. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും വളരെ കുറഞ്ഞ ശിക്ഷ മാത്രം കൊടുത്തു. മോനെ കൊന്ന കുറ്റത്തിന് സജാദിന് 8 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു. അതുപോലെ ഈ കൊലപാതകത്തിന് സജാദിനെ സഹായിച്ചതും മോനയുടെ ശരീരം ഡിസ്പോസ് ചെയ്ത സജാദിന്റെ സഹോദരന് 45 ദിവസത്തെ മാത്രം ജയിൽ ശിക്ഷ കൊടുത്തു. മോനയുടെ അച്ഛൻ പറഞ്ഞത്, സജാദിനും എൻ്റെ മകൾ മോനയ്ക്കും ഇടയിലുണ്ടായിരുന്ന ഒരു വിവാഹബന്ധമെന്നത് സാധാരണ എല്ലാവരുടേതും പോലെയുള്ള ഒരു വിവാഹബന്ധം തന്നെയായിരുന്നു. സജാദ് വളരെ നല്ല വ്യക്തിയാണ്. അവൻ എൻ്റെ മകളെ വിവാഹം കഴിക്കുകയും അവളെ നന്നായി നോക്കാനായി ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയും ചെയ്തു. അവൾക്ക് നല്ലൊരു ജീവിതം കൊടുത്തു. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സജാദ് എൻ്റെ മകളെ അടിച്ചിട്ടുമുണ്ട്. എന്നാൽ അതൊക്കെ വെറും സാധാരണ മാത്രമാണ് എന്നാണ് ആ അച്ഛൻ പറഞ്ഞത്. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വളരെ പുതുതായിട്ട് തോന്നുന്നില്ല, വലിയ ഞെട്ടലും തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളരെ സർവ്വസാധാരണമാണ്. ജാതി, മതം ഇതൊക്കെ നോക്കിയിട്ട് സ്വന്തം മാതാപിതാക്കൾ പോലും മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇറാനിലും ഒരു വർഷത്തിൽ 350 മുതൽ 450 വരെയുള്ള ദുരഭിമാന കൊലപാതകം നടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാളെ കൊന്ന് അവളുടെ തല പ്രത്യേകം വെട്ടിയെടുത്ത് അത് കയ്യിൽ വെച്ചുകൊണ്ട് തെരുവിലൂടെ നടന്ന് എന്തോ നേടിയ സന്തോഷത്തിൽ അവൻ അഹങ്കരിക്കുന്ന സമയത്ത് അവന് വെറും 8 വർഷത്തെ മാത്രം ശിക്ഷ. എന്നാൽ ഒരു പെൺകുട്ടി അവളുടെ ഹിജാബ് മാറ്റിയതിന് 20 മുതൽ 30 വർഷത്തെ ജയിൽ ശിക്ഷ. ചില സ്ത്രീകൾ ജയിലിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളുമുണ്ട്. ഈ ഒരു വീഡിയോ അവസാനം വരെയും കണ്ട നിങ്ങൾ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇറാനിലെ ചില നിയമങ്ങൾ, മോനയുടെ അച്ഛൻ മോനയോട് കാണിച്ച അനീതി. എനിക്ക് തോന്നുന്നത് മോനയോട് അവളുടെ ഭർത്താവ് കാണിച്ചതിനെക്കാട്ടിലും അനീതി കാണിച്ചിരിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയും എന്നാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.